ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ ക്രൈം മിസ്റ്ററി ഡ്രാമ ആയിട്ടുള്ളൊരു ചൈനീസ് മൂവിയാണ്. മൂവിയുടെ പേരാണ് ഹൂ ഈസ് ദ സസ്പെക്ട്. നമ്മുടെ കഥയിലെ നായിക ഒരു ലീഡിംഗ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരത്തി വേൾഡ് ഫേമസ് ആണ്. സോ പുള്ളിക്കാരത്തി ആരോ ഒരാൾ ഭീഷണിപ്പെടുത്തി ജയിലിലുള്ള ഒരു വ്യക്തി, അതായത് കൊലക്കുറ്റത്തിന് ജയിലിലായി തൂക്കുകയർ വിധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പുറത്തിറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. സോ അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഥയിൽ. നമ്മുടെ മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ കോടതിയിൽ ഒരു കേസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊരു പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട ആളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ നായികയും വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ അവസാനം നമ്മുടെ നായിക ജയിക്കും. സോ അവസാനം നമ്മുടെ പ്രോസിക്യൂട്ടർ നമ്മുടെ നായികയെടുത്ത് പറയാണ്, നീ ഇപ്പോൾ ഒരു കുറ്റവാളിയല്ല രക്ഷപ്പെടുത്തിയെന്ന് വിചാരിക്കാം, പക്ഷെ ഒരിക്കൽ നീ ശരിക്കും ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്ന അവസ്ഥ വരും. അന്ന് നീ എന്താണ് ചെയ്യുക? അന്ന് നിനക്ക് ശരിക്കും ഈ പ്രൊഫഷന്റെ ഒരു നെഗറ്റീവ് സൈഡ് മനസ്സിലാകുമെന്ന് പറയും. അപ്പം നമ്മുടെ നായിക പറയും, എന്ന് ഞാനൊരു ശരിക്കും ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്നുവോ അന്ന് ഞാൻ എൻ്റെ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യും, അതെൻ്റെ അവസാനത്തെ കേസായിരിക്കും എന്ന് പുള്ളിക്കാരത്തി പറയുന്നു. നമ്മുടെ ഹീറോൻ ഒരു ഫേമസ് ആയിട്ടുള്ള ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ്. പുള്ളിക്കാരത്തി ഒരു 30-ലധികം കേസുകൾ ജയിച്ചിട്ടുണ്ട്. സോ കരിയറിൽ ഒരു കേസ് പോലും പുള്ളിക്കാരത്തി തോറ്റിട്ടില്ല. ഇനി നമ്മുടെ ഹീറോയുടെ മാസ് എൻട്രി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഹീറോയുടെ ഓപ്പണിംഗ് സീനാണ്. പുള്ളിക്കാരൻ ഒരു ലിക്കർ ബോട്ടിലുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ സ്ട്രീറ്റിൽ ഒരു കള്ളൻ ഒരു ലേഡിയുടെ ഹാൻഡ് ബാഗ് തട്ടിപ്പറിച്ച് ഓടും. സോ നമ്മുടെ ഹീറോ ഇയാളുടെ പുറകെ ഓടി ഇയാൾ അടിച്ച് ശരിപ്പെടുത്തി ആ ബാഗ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇയാളെ അവിടെ സബ്മിറ്റ് ചെയ്യും. സോ പുള്ളിക്കാരൻ ബേസിക്കലി ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷേ ഇങ്ങനെ നടന്ന ആൾക്കാരെ അടിച്ച് ശരിയാക്കാനാണ് പുള്ളിയുടെ പണി. സോ ചീഫ് ഓഫീസർ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയെ. ഹീറോയുടെ ചീഫ് പോലീസ് ഓഫീസറിന് ഹീറോയെക്കുറിച്ച് ഒരുപാട് കംപ്ലയിൻറ്റ്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഇത്തവണ ആക്ഷൻ എടുക്കാൻ പുള്ളിക്കാരൻ തീരുമാനിക്കും. സോ ഹീറോയ്ക്ക് സസ്പെൻഷൻ കിട്ടും. ഹീറോയ്ക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. സോ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് പോകും. സോ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാവും ഇവർ രണ്ടുപേരും ചൈൽഡ്ഹുഡ് തൊട്ടുള്ള സ്വീറ്റ് ഹാർട്ട്സ് ആണെന്നുള്ള കാര്യം. സോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ജോലി പോയ കാര്യവും ജോലി എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് പറയും. സോ ഹീറോയിൻ പറയും, ഇന്നലെ ജോലി പോയത് നമുക്ക് ശരിയാക്കാം, വിഷമിക്കേണ്ട എന്ന് നമ്മുടെ ഹീറോയെ ആശ്വസിപ്പിക്കും. എന്നിട്ട് പറയും, ഇന്ന് എൻ്റെ മകൾക്കൊരു സ്പോർട്സ് മീറ്റ് ഉണ്ട്, സോ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ഹീറോയിൻ സ്കൂളിലേക്ക് ചെല്ലും. സോ സ്കൂളിൽ ചെല്ലുമ്പോൾ മകളെ കാണിക്കുന്നുണ്ട്. അതൊരു റിലേ റേസ് ആണ്, അമ്മയും മകളും കൂടിയുള്ള റിലേ റേസ്. സോ നമ്മുടെ മകൾ ഓടി 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 അമ്മയ്ക്ക് ബാറ്റൺ കൊടുക്കും. സോ ബാറ്റൺ കൊണ്ട് പുള്ളിക്കാരത്തി എല്ലാവരെയും വെട്ടിച്ച് എങ്ങനെയും ജയിക്കണം എന്നുള്ള രീതിയിൽ ഓടി 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 അവസാനം വിന്നറാകും. സോ എല്ലാവരും പുള്ളിക്കാരത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സോ മകൾ നോക്കുമ്പോൾ മകളെ കാണുന്നില്ല. അങ്ങനെ മകളുടെ കയ്യിലുള്ള ഫോണിലേക്ക് വിളിച്ചു നോക്കും, അത് കിട്ടുന്നുമില്ല. അങ്ങനെ മകളുടെ കയ്യിൽ ഒരു GPS ട്രാക്കിംഗ് വാച്ച് ഉണ്ട്. സോ വാച്ച് സെർച്ച് ചെയ്ത് പോകുമ്പോൾ വാച്ച് അവിടെ ആരോ അഴിച്ചു വെച്ചിട്ട് മകളെയും കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കിഡ്നാപ്പിംഗ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എന്തായാലും കിഡ്നാപ്പർ പൈസയ്ക്ക് വേണ്ടി വിളിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോയിൻ പോലീസുകാരെ സെറ്റാക്കുന്നു. എന്നാൽ സമയം കഴിയും തോറും പ്രതീക്ഷകൾ കുറഞ്ഞു വരികയാണ്. ആരും വിളിക്കാത്തത് കൊണ്ട് തന്നെ പോലീസ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേറെയും ഒരുപാട് കേസുള്ളതാണ് എന്നുള്ള കാര്യം. സോ നമ്മുടെ ഹീറോയിൻ എന്നാലും പ്രതീക്ഷകളൊന്നും വിടാതെ കാത്തിരിക്കുകയാണ്. പോലീസുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വേറെയും ഒരുപാട് കേസുകൾ ഉള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കിഡ്നാപ്പർ ഇനി വിളിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഇൻഫോം ചെയ്യൂ, ഞങ്ങൾ ട്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യം. സോ ഹീറോയിന് ഒരുപാട് വിഷമമാകുന്നു ഇത് കേട്ടിട്ട്. എന്നിട്ട് അവർ പോയതിന് ശേഷം ഹീറോയിൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്നത് പോലെ പുള്ളിക്കാരത്തേക്ക് തോന്നുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ആരോ ഒരു ബോക്സ് വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ഫോണും നമ്മുടെ കുട്ടിയുടെ ഫോട്ടോയും. സോ ആ സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് തന്നെ നോക്കുന്ന സമയത്ത് ആരോ ഒരു ഹെൽമെറ്റ് വെച്ച ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു നമ്മുടെ ഹീറോയിൻ കാണുന്നത്. സോ ഹീറോയിനും പുറകെ ഓടാണ്. അവിടെ ഒരു ചേസ് നടക്കുകയാണ്. പക്ഷെ ആ ഹെൽമെറ്റ് വെച്ച ആൾ ലിഫ്റ്റിൽ കയറി രക്ഷപ്പെടുന്നു. അങ്ങനെ സ്റ്റെയർ ഇറങ്ങി അയാളുടെ പുറകെ പോകുന്ന സമയത്താണ് ഹീറോയിൻ ആ ഫോണിൽ നിന്നും ഒരു കോൾ വരുന്നത്. ആ കോളിൽ കിഡ്നാപ്പറാണ്. കിഡ്നാപ്പർ പറയുന്നുണ്ട്, എൻ്റെ പിറകെ ഓടി എന്നെ പിടിക്കാൻ നോക്കണ്ട, നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ കുട്ടിയുടെ ജീവൻ നിനക്ക് വേണമെങ്കിൽ നീ ഞാൻ പറയുന്ന കാര്യം കേൾക്കുക, അതായത് നീ ഞാൻ പറയുന്ന കേസിന് അപ്പിയർ ചെയ്യുക എന്ന് കിഡ്നാപ്പർ പറയുന്നു. കിഡ്നാപ്പർ നമ്മുടെ ഹീറോയിന് കേസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നിനക്ക് ഓർമ്മയുണ്ടോ ഡാനിയൽ എന്ന് പറയുന്ന വ്യക്തിയെ? അവനൊരു പെൺകുട്ടിയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവന് കോടതി തൂക്കുകയർ വിധിക്കുന്നു. ഇനി 5 ദിവസത്തിനുള്ളിൽ അവൻ്റെ 2ാമത്തെ ട്രയലാണ്. സോ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൻ്റെ കേസിന് അപ്പിയർ ചെയ്ത് അവനെ രക്ഷപ്പെടുത്തുക. ഇനി അവനെ രക്ഷപ്പെടുത്താൻ പറ്റാതെ പോവുകയോ നിന്റെ മകളെ വേറെ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിന്റെ മകളുടെ ജീവന് ആപത്താണ് എന്ന് കിഡ്നാപ്പർ വാൺ ചെയ്യുന്നു. സോ ഈ കോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് ഓടിപ്പോയതിനു ശേഷം ഡാനിയലിൻ്റെ കേസ് ഹിസ്റ്ററി പരിശോധിക്കുന്നു. ഡാനിയൽ കൊന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി നല്ല ഹൈ ഓൺ ഡ്രഗ്സിലായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരത്തി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. സോ ഈ പെൺകുട്ടിയെ കൊന്നതിന് ശേഷം ഏതോ ഒരു പാടത്ത് കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ഈ ഡാനിയൽ ചെയ്തത് എന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
കൊല്ലപ്പെട്ട പെൺകുട്ടിയെ നമുക്ക് വിക്ടിം എന്ന് വിളിക്കാം. സോ ആ കേസിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അന്ന് കൊലപാതകം നടന്ന ദിവസം ഡാനിയൽ വിക്ടിമിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഡാനിയലിൻ്റെ ഫിംഗർ പ്രിൻറ്റും ഫുട് പ്രിൻറ്റും ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഡാനിയലിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സോ ഇതിന് ശേഷം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഡാനിയലിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വന്നിട്ടുണ്ട്. ഡാനിയൽ ഒരു പാവം ഇന്നസെൻറ്റ് ലുക്കിംഗ് ബോയ് ആണ്. സോ നമ്മുടെ ഹീറോയിൻ ഡാനിയലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ കേസ് നേരത്തെ ആരാണോ വാദിച്ചത്, എന്താണോ വെച്ച് വാദിച്ചതെന്നും എനിക്കറിയണ്ട, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നീ എൻ്റെ അടുത്ത് പറയണം എന്ന് നമ്മുടെ ഹീറോയിൻ ഡാനിയലിൻ്റെ അടുത്ത് പറയുന്നു. ഡാനിയൽ പറയുന്നുണ്ട്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാനൊരു പെറ്റ് ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ വിക്ടിം അവളുടെ ഡോഗിയെയും കൊണ്ട് എൻ്റെ പെറ്റ് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. സോ അന്ന് അവൾക്ക് പിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഡെലിവർ ചെയ്തത് എന്ന് ഡാനിയൽ പറയുന്നു. ഡാനിയൽ അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് ഡോറ് ഓപ്പൺ ആയി കിടന്നിരുന്നു. സോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പേടിച്ച് ഡാനിയൽ ഉള്ളിലേക്ക് കയറുന്നതാണ് നെയ്ബേഴ്സ് കണ്ടത്. സോ ഉള്ളിലേക്ക് കയറിയ സമയത്ത് എല്ലാ സാധനങ്ങളും അലങ്കോലമായി കിടക്കുന്നതാണ് ഡാനിയൽ കണ്ടത്. തറയിൽ രക്തത്തിൽ കുളിച്ച് വിക്ടിം കിടക്കുന്നതും ഡാനിയൽ കണ്ടു. സോ ഡാനിയൽ ഇത് കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. സോ ആ സമയത്താണ് ഡാനിയലിൻ്റെ ശ്രദ്ധ ബെഡ്റൂമിലേക്ക് പോയത്. ബെഡ്റൂമിൽ ആരോ ഒരാളുണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് നമ്മുടെ ഡാനിയൽ കണ്ടു. സോ ആ സമയത്ത് രക്തത്തിൽ തെന്നി ഡാനിയൽ തറയിൽ വീഴുകയും അങ്ങനെയാണ് പോലീസിന് ഫുട് പ്രിൻസും ഫിംഗർ പ്രിൻസും അവിടെ നിന്ന് കിട്ടിയതെന്നും ഡാനിയൽ പറയുന്നു. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, താൻ ആരെയും കൊന്നിട്ടില്ലെന്ന് അടിവരയിട്ട് പറയുന്നു ഡാനിയൽ. മൂന്നാമതൊരു വ്യക്തിയുണ്ട് എന്നുള്ള കാര്യം ഡാനിയൽ നേരത്തെ പറഞ്ഞിരുന്നില്ല. അത് എങ്ങനെ വിശ്വസിക്കുമെന്ന് ഹീറോയിൻ ഡാനിയലിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് പോലീസ് വന്ന ഡാനിയലിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഹീറോയിൻ ഇനി ഡാനിയലിനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഹീറോയിന് ഈ കേസ് ജയിച്ചേ പറ്റൂ, ഡാനിയലിനെ മോചിപ്പിച്ചേ പറ്റുള്ളൂ, എന്നാലേ തൻ്റെ മകൾ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് ഹീറോയിൻ്റെ വിശ്വാസം. സോ അങ്ങനെ ഹീറോയിൻ ഹീറോയെ കാണാൻ പോവുകയാണ്. മകളെ കിഡ്നാപ്പ് ചെയ്ത കാര്യമൊന്നും ഹീറോ എടുത്ത് പറയുന്നില്ല. ഈ കേസിൽ തനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു, അതുകൊണ്ട് തന്നെ ഈ കേസിനെ കുറിച്ച് തനിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് ഹീറോ എടുത്ത് പറയുന്നു. അങ്ങനെ ഹീറോയിനും കൂടി കേസിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത എക്സ്പേർട്ടിനെ കാണാൻ പോകുന്നു. ആ ഡോക്ടർ പറയുന്നുണ്ട്, ഈ വിക്ടിമിൻ്റെ ബോഡിയിൽ 20 തവണയാണ് കത്തി കൊണ്ട് കുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി മരിക്കുന്നതിന് കുറച്ച് മുൻപാണ് ഈ പെൺകുട്ടി ഡ്രഗ്സ് എടുത്തിട്ടുള്ളത്. ഈ പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്നും ഒരു ഡ്രഗ് യൂസറാണ് എന്നുള്ള കാര്യം ലഭിച്ചിട്ടുമില്ല. ഡോക്ടർ പറയുന്നുണ്ട്, ബോഡിയിൽ നിന്നും വേറൊരു തെളിവും കിട്ടാതിരിക്കാൻ വേണ്ടി പ്രതി ബോഡി ആൽക്കഹോൾ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. സോ ഇവിടെ നമ്മുടെ ഹീറോയിന് ഡൗട്ട് ആവുകയാണ്. ബോഡിയിൽ നിന്ന് തെളിവുകൾ കിട്ടാതിരിക്കാൻ വേണ്ടി ക്ലീൻ ചെയ്ത ആ വ്യക്തിക്ക് എന്തുകൊണ്ട് തറയിൽ നിന്ന് തൻ്റെ ഫിംഗർ പ്രിൻസും ഫുട് പ്രിൻസും റിമൂവ് ചെയ്തുകൂടാ എന്ന്. അങ്ങനെയാണെങ്കിൽ ഡാനിയലിനെ ആരോ ഫ്രെയിം ചെയ്തത് ആണ് എന്ന് ഹീറോയിന് മനസ്സിലാകുന്നു. ആ സമയത്ത് ഡോക്ടർ പിന്നെയും പറയുന്നുണ്ട്, അവിടെ നിന്ന് മർഡർ വെപ്പൺ ഒന്നും കിട്ടിയിരുന്നില്ല. സോ മർഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഏത് വെപ്പണാണെന്ന് ഡോക്ടറിന് ഡൗട്ടുണ്ട്. അതൊരു സ്കാൽപ്പലാണ്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കാൽപ്പൽ. സോ അങ്ങനെ ആ സ്കാൽപ്പലും എടുത്തിട്ട് ഹീറോയിനും കൂടി അവിടെ നിന്ന് പോവുകയാണ്. സോ ഹീറോയിൻ നെക്സ്റ്റ് പോയത് ഡാനിയൽ വർക്ക് ചെയ്ത ആ പെറ്റ് ഷോപ്പിലാണ്. പെറ്റ് ഷോപ്പ് ഓണറിന് ഡാനിയലിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അവൻ നല്ല സ്നേഹമുള്ളവനായിരുന്നു. അവന് മൃഗങ്ങളെയും എല്ലാവരെയും ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരിക്കലും കൊലപാതകം നടത്തില്ല എന്ന് അയാൾ പറയുന്നു. അതിനുശേഷം ഹീറോയിനും കൂടി വിക്ടിമിൻ്റെ റൂമിലേക്ക് പോകും, ഫ്ലാറ്റിലേക്ക് പോകും. സോ അവിടെ ചെല്ലുമ്പോൾ കേസ് ഫയൽ വായിച്ച ഹീറോ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം വിക്ടിമും കൊലപാതകയും കൂടെ ഫൈറ്റ് ചെയ്യുന്നത് സോഫയുടെ അവിടെയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് സോഫ റോൾ ചെയ്ത് താഴെ വീണതിന് ശേഷം പിന്നീട് ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് പോകും. അവിടെ വെച്ചിട്ടാണ് സ്കാൽപ്പൽ ഉപയോഗിച്ച് 20 തവണ നമ്മുടെ വിക്ടിമിനെ കൊലയാളി കുത്തുന്നത്. സോ ആ സമയത്ത് ഹീറോയിൻ നോക്കുമ്പോൾ സോഫയുടെ അവിടെ പകുതി മായ്ക്കപ്പെട്ട രീതിയിൽ ഒരു ഫുട് പ്രിന്റ് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഡാനിയൽ പറഞ്ഞതുപോലെ ഏതോ ഒരു മൂന്നാമതൊരാൾ അവിടെ പ്രസന്റ് ആയിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. സോ ഇവിടെ ഡാനിയലിനെ വിശ്വാസമാവുകയാണ് നമ്മുടെ ഹീറോയിൻ പോയിന്റ് ഔട്ട് ചെയ്ത മൂന്നാമത്തെ വ്യക്തിയുടെ പ്രസൻസ് ഒന്നും നമ്മുടെ ഹീറോ അംഗീകരിക്കുന്നില്ല. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡാനിയൽ തന്നെയാണ് കൊലപാതകി. എന്നാൽ ഹീറോയെ കൺവിൻസ് ചെയ്യാതെ ഹീറോയിൻ അവിടെ നിന്നും വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിക്കുമോ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഷെൽഫിൽ നിന്നും ഓപ്പൺ ചെയ്യാത്ത എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മുടെ ഹീറോയിൻ കാണും. സോ അതിനുശേഷം നമ്മൾ കാണുന്നത് വിക്ടിമിൻ്റെ ഫ്യൂണറൽ ചടങ്ങാണ്. അവിടെ വിക്ടിമിൻ്റെ അമ്മയും ബന്ധുക്കളും ഒക്കെ അസംബിൾ ആയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഹീറോയിൻ്റെ ശ്രദ്ധ പോകുന്നത് ആ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്കാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ആ വ്യക്തിയും വിക്ടിമും തമ്മിൽ ഭയങ്കര വലിയ ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായിരുന്നത് എന്ന്. ഫ്രണ്ട് വിക്ടിമിനെ കുറിച്ച് പറയുന്നു, അവൾ നല്ലൊരു പെൺകുട്ടിയായിരുന്നു, തങ്കം പോലത്തെ മനസ്സായിരുന്നു അവൾക്ക്. അവളെക്കുറിച്ച് ആരോ അവൾ പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിപ്പിച്ചു.
അവൾക്ക് എല്ലാവരെയും വലിയ കാര്യമായിരുന്നു, എല്ലാവരുടെ അടുത്തും വലിയ സ്നേഹമായിരുന്നു അവൾക്ക്. അവൾ എല്ലാവരുടെ അടുത്തും ചിരിച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. എന്നാൽ മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് അവൾ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. അവൾ നേരത്തെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ് അതൊക്കെ അവൾ കട്ട് ചെയ്തു. ഇവൻ്റെ കോള് അവൾ അറ്റൻഡ് ചെയ്തതുമില്ല. എന്നാൽ കൊലപാതകം നടന്ന ദിവസം ഇവൻ അവിടുത്തെ താഴെയുള്ള കോഫി ഷോപ്പിൽ വെയിറ്റിംഗ് ആയിരുന്നു. അവളുടെ ഫ്ലാറ്റിന് മുമ്പിൽ അവളുടെ ഫോൺ എടുക്കും എന്നുള്ള രീതിയിൽ അവളെ കോൾ ചെയ്തു. എന്നാൽ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. ആ സമയത്താണ് അവളുടെ കാറ് പുറത്തേക്ക് പോയത്. സോ ഇവൻ അവിടെ പോയി നോക്കുമ്പോൾ ആ കാറിൽ വേറൊരാളാണ് ഓടിച്ചു കൊണ്ട് പോകുന്നത്. അയാളുടെ കഴുത്തിൽ ഒരു സ്കാർഫ് ഉള്ളതായിട്ട് ഇവൻ നോട്ട് ചെയ്യുകയും ചെയ്തു. നമ്മുടെ ഹീറോയിൻ ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് ആ സ്കാർഫ് അണിഞ്ഞ് കാറിൽ പോയ വ്യക്തി വലിയ പണക്കാരനാകാനാണ് സാധ്യത. അയാൾ വിക്ടിമിനെ പ്രണയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിക്ടിമിന് അയാളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ വലിയ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നതും ഈ ഗിഫ്റ്റ്സ് ഒന്നും അൺബോക്സ് ചെയ്യാതെ ഇരുന്നതും. സോ ഈ സ്കാർഫ് അണിഞ്ഞ് കാറിൽ പോയ വ്യക്തി കാറ് നമ്മുടെ വിക്ടിമിൻ്റെ ആയതുകൊണ്ട് തന്നെ അയാളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കാറിനെ ട്രാക്ക് ചെയ്യണം എന്ന് പോലീസുകാരൻ പറയും. സോ അതിനു വേണ്ടി കാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി വിക്ടിമിൻ്റെ വീട്ടിലേക്ക് വരുന്നു. വിക്ടിമിൻ്റെ അമ്മയെടുത്ത് റിപ്പോർട്ടറാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഫോട്ടോ ആൽബത്തിൽ നിന്നും വിക്ടിമിൻ്റെ കാറിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ആ സമയത്ത് വിക്ടിമിൻ്റെ അമ്മ വിക്ടിമിനെ കുറിച്ച് ഹീറോയിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ തെറ്റുകാരിയാണ്, അവൾ ഡ്രഗ് അഡിക്റ്റ് ആണ്, അവൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നൊക്കെ സമൂഹം അവൾക്ക് നേരെ മുദ്രകുത്തി എന്ന് അമ്മ സങ്കടത്തോടെ ഹീറോയിൻ്റെ അടുത്ത് പറയും. ഹീറോയിൻ അമ്മയെ സമാധാനിപ്പിക്കും. അമ്മ ഹീറോയിന് ഒരു കുക്കി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ആ സമയത്ത് ഹീറോയിനും കൂടി ട്വിറ്റർ ഹാൻഡിൽ നോക്കുകയാണ്. വിക്ടിമിൻ്റെ ഓരോ ഫോളോവേഴ്സിനെയും അവർ ചെക്ക് ചെയ്യുന്നു. അവരുടെ പ്രൊഫൈൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ഹീറോയിനും. ആ സമയത്ത് ഹീറോയിൻ ഒരു സ്ട്രേഞ്ച് ആയിട്ടൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോളോവേഴ്സിൽ ഒരു വ്യക്തി മാത്രം ബാക്കി ആരുടെയും മ്യൂച്വലായിട്ട് വന്നിട്ടില്ല. അയാളുടെ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ അതൊരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോയാണ്. ഇനി സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്നാൽ ഇതേ ഫോട്ടോ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആക്കി നമ്മുടെ വിക്ടിമും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സൂം ചെയ്ത് നോക്കുമ്പോൾ അവളുടെ കണ്ണാടിയിൽ ഈ ഫോട്ടോ എടുത്ത വ്യക്തിയുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അയാൾ സ്കാർഫ് അണിഞ്ഞിട്ടുമുണ്ട്. സോ ഇവർക്ക് കൺഫേം ആകും ആ വ്യക്തിയെക്കുറിച്ച്. കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവർ സ്കാർഫ് മാനെ ട്രേസ് ചെയ്യാൻ നോക്കുകയാണ്. സോ ആ സമയത്ത് രാത്രിയായി നമ്മുടെ ഹീറോയിന് ഒരു കോൾ വരികയാണ്. അത് കിഡ്നാപ്പറിൻ്റെ കയ്യിൽ നിന്നാണ്. കിഡ്നാപ്പർ പറയുന്നു ഹീറോയിൻ്റെ മകൾക്ക് സാൻഡ്വിച്ച് കൊടുത്തിരുന്നു, അത് കഴിച്ചതിന് ശേഷം മകൾ അൺകോൺഷ്യസ് ആണ് എന്നുള്ള കാര്യം. ഇത് കേട്ട് ടെൻഷനായ ഹീറോയിൻ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ മെഡിസിൻ കൊടുക്കണം, അല്ലെങ്കിൽ മകൾക്ക് എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് ഹീറോയിന് വലിയ ടെൻഷനാണ്. സോ ഇതിന് കിഡ്നാപ്പർ സമ്മതിക്കുന്നില്ല. കാരണം ലൊക്കേഷൻ ചോദിച്ച ഹീറോയിനോട് അത് പറ്റില്ല എന്ന് കിഡ്നാപ്പർ പറയുന്നു. ഇതിൽ ദേഷ്യം വന്ന ഹീറോയിൻ പറയുന്നുണ്ട് താൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഈ കേസ് ഒഴിയുമെന്നുള്ള കാര്യം. സോ ആ സമയത്ത് കിഡ്നാപ്പർ സമ്മതിക്കുന്നു. എന്നിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. എന്നാൽ അവിടേക്ക് തനിച്ച് ആരോടും പറയാതെ വരണം എന്ന് നിർബന്ധം പിടിക്കുകയാണ് കിഡ്നാപ്പർ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് നമ്മുടെ ഹീറോയിൻ വരികയാണ്. സോ ഓടി വരികയാണ് ഹീറോയിൻ. ആ സമയത്ത് ഹെൽമെറ്റ് അണിഞ്ഞ കിഡ്നാപ്പർ മകളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ എവിടെ നിന്ന് അറിയാതെ പെട്ടെന്ന് തന്നെ വേറൊരാൾ നമ്മുടെ കിഡ്നാപ്പറിനെ വന്നെടുത്ത് അടിച്ചിടുകയാണ്. സോ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയാണ്. ഹീറോ കിഡ്നാപ്പറിനിട്ട് നല്ല അടിയാണ് കൊടുക്കുന്നത്. ഹീറോയും കിഡ്നാപ്പറും കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ഡോഗ് ഓടി വരുന്നത്. അത് ഇവർക്ക് നേരെ ചാടി കുരയ്ക്കുന്നു. സോ ആ സമയത്ത് കിഡ്നാപ്പർ അവിടെ നിന്ന് കുട്ടിയെയും കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യുന്നു. സോ ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹീറോയിൻ ഈ കേസ് എടുത്തതെന്നും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. സോ ഇവര് നമ്മുടെ ഹീറോയിൻ ഈ ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്ത വിക്ടിമിൻ്റെ ഫ്യൂണറൽ ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് ആ വീഡിയോയിൽ ഫ്യൂണറൽ ചടങ്ങ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൽ ആ സ്കാർഫ് അണിഞ്ഞ വ്യക്തിയുണ്ട്. എന്നാൽ അയാളുടെ കയ്യിൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് അണിയുന്ന ഒരു ടാഗും ഉണ്ടെന്ന് നമ്മുടെ ഹീറോയിൻ നോട്ടീസ് ചെയ്യുകയാണ്. ഹീറോയിനും കൂടി ആ ഹോസ്പിറ്റൽ കണ്ടുപിടിക്കുകയാണ്. അവിടെ ഒരു സ്മോക്ക് ഉണ്ടാക്കിയതിനു ശേഷം എല്ലാവരുടെയും ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ ഈ സ്കാർഫ് മാൻ്റെ റൂമിലേക്ക് പോകുന്നു. സ്കാർഫ് മാൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഹീറോയിൻ. സോ ആ സമയത്ത് സ്കാർഫ് മാൻ പറയുന്നു കൊലപാതകം നടന്ന ദിവസം വിക്ടിം കളിമണ്ണ് കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ സ്കാർഫ് മാനും അവിടെ ഉണ്ടായിരുന്നു. സ്കാർഫ് മാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ അവളെ തിരിച്ച് സ്നേഹിച്ചിരുന്നില്ല. ആ സമയത്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്തുകൊണ്ട് ഓപ്പൺ ചെയ്തില്ല എന്ന് സ്കാർഫ് മാൻ വിക്ടിമിനോട് ചോദിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവൾ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സ്കാർഫ് മാൻ അവൾ കഴിക്കാൻ വെച്ചിരുന്ന ഡ്രിങ്ക്സിൽ മയക്ക് ഗുളിക ആഡ് ചെയ്യുകയാണ്. അത് കുടിച്ചതിന് ശേഷം ബോധം നഷ്ടപ്പെട്ട വിക്ടിം സ്കാർഫ് മാനുമായി റൊമാൻറ്റിക് ആകുന്നു. അതിനുശേഷം ബോധം നഷ്ടപ്പെട്ടു എന്നാണ് സ്കാർഫ് മാൻ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നത്. എന്നാൽ സ്കാർഫ് മാൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് അവൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിക്ടിം. സോ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയതാണെന്ന് ഇയാൾ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നു.
എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ട് ഇവൻ തന്നെയാണ് അവളെ കൊലപ്പെടുത്തിയെന്ന് ഉറപ്പിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. സോ അറസ്റ്റ് വാറന്റ് വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ സ്കാർഫ് മാനെ അവിടെ കാണാനില്ല. ഇതിൽ നിന്നും ഏതൊക്കെയോ വലിയ ശക്തികൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിന് ഉറപ്പാകും. സോ അത് അന്വേഷിച്ച് വരുമ്പോഴാണ് ഹീറോയിൻ മനസ്സിലാക്കുന്നത്, അതായത് നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെ കണ്ടില്ലേ, അയാളുടെ ചീഫാണ് ഈ സ്കാർഫ് മാൻ്റെ അച്ഛൻ. സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ എന്തും ചെയ്യുമെന്ന് ഹീറോയിന് ഉറപ്പാകും. സോ ഇനി ഒരു കാര്യം മാത്രമേ ഡാനിയലിൻ്റെ നിരപരാധിത്വവും ഈ കേസും തെളിയിക്കുകയുള്ളൂ, അത് ആ മർഡർ വെപ്പണാണ്. സോ ആ മർഡർ വെപ്പൺ ആ കാറിൻ്റെ അകത്താണ് എന്നുള്ള കാര്യം ഹീറോയിൻ ചിന്തിക്കും. സോ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ആ കാറിനെ ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നു. സോ അതിൽ നിന്നുള്ള ഒരു പീസ് നമ്മുടെ ഹീറോ എടുത്തിട്ട് വെറുതെ ഒരു ടാർ ബക്കറ്റിലേക്ക് ഇടുമ്പോൾ അത് മുങ്ങി പോകുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ്റെ മനസ്സിലേക്ക് ഒരു തോട്ട് വരുന്നത്. അതായത് സ്കാർഫ് മാൻ ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് വിക്ടിം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അയാൾ പറഞ്ഞത്, വിക്ടിം കളിമൺ പ്രതിമ ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ള കാര്യം. ആ മർഡർ വെപ്പണെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോയിനും കൂടി വിക്ടിമിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകും. എന്നിട്ട് അന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ അവിടെ ആക്ട് ചെയ്തു നോക്കും. ആ സമയത്ത് ഹീറോയിൻ വന്ന് വീഴുന്ന സ്ഥലത്ത് കളിമൺ പ്രതിമയാണ്. കളിമൺ പ്രതിമയുടെ ഒരു സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നാൽ ആ മർഡർ വെപ്പൺ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ ആ കളിമൺ പ്രതിമ താഴെ വീഴ്ത്തി പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് അവർ ഇത്രയും നാൾ തേടിക്കൊണ്ടിരുന്ന ആ മർഡർ വെപ്പൺ. സോ അതും കൊണ്ട് ഇവർ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവർക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അങ്ങോട്ടേക്ക് കുറെ ആൾക്കാർ വന്ന് നമ്മുടെ ഹീറോയിനും കൂടി തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇവരെ പിടിച്ചു വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ വരുന്നു. ഇവർ നോക്കുന്ന സമയത്താണ് അത് ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അയാൾ ആ സമയത്ത് അന്ന് എന്താണ് നടന്നത് എന്ന് ഇവരെടുത്ത് എല്ലാം തുറന്നു പറയുന്നു. അതായത് ബോധം പോയ സ്കാർഫ് മാൻ കൊലപാതകം ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ തിരിച്ച് ആ വണ്ടിയും എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുന്നു. അച്ഛൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ആദ്യമൊക്കെ അച്ഛൻ വഴക്ക് പറയുമെങ്കിലും പിന്നീട് അയാൾ ആ മർഡർ മറയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അയാൾ ചീഫ് പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫിംഗർ പ്രിൻറ്റ്സും ഫുട് പ്രിൻറ്റ്സും ഇവർ ക്ലീൻ ചെയ്യുന്നു. പക്ഷേ ഒരു ഫുട് പ്രിൻറ്റ് മാത്രം ഇവർക്ക് മിസ്സാവുന്നു. എന്നാൽ വിക്ടിമിൻ്റെ ബോഡി ഇവർ ആൽക്കഹോൾ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നു. അതുപോലെ തന്നെ വിക്ടിമിൻ്റെ കാറ് ഇവർ നശിപ്പിച്ച് കളയുന്നു. ആ സമയത്ത് ഇതൊന്നും അറിയാതെ ഡാനിയൽ അങ്ങോട്ടേക്ക് വരുന്നു. സോ ഡാനിയലിനെ ഫ്രെയിം ചെയ്യാൻ ഇവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. സോ മർഡർ വെപ്പണും കൂടി നശിപ്പിച്ചാൽ ഇനി സ്കാർഫ് മാനെ പിടിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് ഈ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവരുടെ മുഖത്ത് നോക്കി പറയുന്നു. സോ ഹീറോയിനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഹീറോയിനും കൂടി കാറിൻ്റെ ഉള്ളിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് പെട്രോൾ ഒഴിച്ച് കാറ് കത്തിക്കാനാണ് ഇവരുടെ പ്ലാൻ. ഇത് കണ്ടുകൊണ്ട് കാറിലിരിക്കുകയാണ് ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. സോ നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ കിഡ്നാപ്പർ പറഞ്ഞ 5 ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാണ്. സോ ഇന്ന് 6ാമത്തെ ദിവസമാണ്. കേസ് കോടതിയിലെത്തിയിട്ടുമുണ്ട്. ഡാനിയലിൻ്റെ കേസ് വിളിക്കുന്നുണ്ട്. ഡാനിയലിൻ്റെ വക്കീൽ മാത്രം അവിടെയില്ല. അപ്പോൾ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവളെപ്പോഴേ ചത്ത ചാമ്പലായി പോയി, അവൾ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള കാര്യം. ആ സമയത്ത് വക്കീൽ വരാത്തത് കൊണ്ട് തന്നെ ജഡ്ജി ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വിധിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മാസ്സായിട്ട് കതക് തുറന്ന് വരികയാണ് നമ്മുടെ ഹീറോയിൻ. ആ സമയത്താണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവർ പെട്രോളൊക്കെ ഒഴിച്ച് കത്തിക്കാൻ പോകുന്ന സമയത്ത് തീ കൊടുത്തതിന് ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ കയ്യിൽ നിന്നുള്ള കെട്ട് മോചിപ്പിച്ച് എങ്ങനെയോ നമ്മുടെ ഹീറോയിനെ കൊണ്ട് ഇപ്പുറത്തെ വശത്തേക്ക് ചാടുന്നു. അങ്ങനെ അവർ ആ ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവൾ വന്നാലും എന്താ, അവൾ എന്തായാലും ഈ കേസ് ജയിക്കാൻ പോകുന്നില്ല. കാരണം അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മർഡർ വെപ്പൺ താൻ എപ്പോഴേ നശിപ്പിച്ചു എന്ന് ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. സോ പബ്ലിക് പ്രോസിക്യൂട്ടർ എല്ലാവരെയും വിസ്തരിക്കുന്നുണ്ട്. എന്നിട്ട് ഡാനിയലാണ് കുറ്റവാളി എന്നുള്ള രീതിയിൽ അവിടെ കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നു. ഭയങ്കരമായി കത്തിക്കേറി എല്ലാം സംസാരിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ ചാൻസ് ആണ്. ഹീറോയിൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോയിനെ പോലെ തന്നെ മാസ്സായിട്ട് ഡോർ വഴി ഓപ്പൺ ചെയ്ത് വരികയാണ്. ആ സമയത്ത് ഹീറോയുടെ കൂടെയുണ്ട് സ്കാർഫ് മാൻ. സോ സ്കാർഫ് മാൻ അവിടെ വന്ന ഉടനെ തന്നെ താനാണ് കുറ്റവാളി എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നു. ആ സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒബ്ജക്ഷൻ പറഞ്ഞിട്ട് പുള്ളി മെന്റലി അൺസ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യം കോടതിയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മൊഴി ഇവിടെ കണക്കിലെടുക്കാൻ പറ്റില്ല എന്ന് പ്രോസിക്യൂട്ടർ പറയുകയും ചെയ്യുന്നു. മെൻ്റലി അൺസ്റ്റേബിൾ ആണെന്നുള്ള കാര്യം സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് പ്രൂവ് ചെയ്യുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇനി നമ്മുടെ ഹീറോയിൻ്റെ ചാൻസ് ആണ് ഇത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി. ഹീറോയിൻ പറയുന്നുണ്ട്, ഇയാളുടെ മൊഴി കണക്കിലെടുക്കേണ്ട, ഇയാളുടെ അച്ഛനെ ഇവിടെ വിസ്തരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ വിറ്റ്നസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അയാൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് വലിയൊരു ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഹീറോയിൻ ഒരു വീഡിയോ കോടതിയിൽ പ്ലേ ചെയ്യും. അത് എപ്പോൾ എടുത്തതെന്ന് വെച്ചാൽ ഇയാൾ എല്ലാ കുറ്റവും തുറന്നു പറയുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മുമ്പിൽ നമ്മുടെ ഹീറോയിൻ്റെ
ഹീറോയിൻ്റെ മകളുടെ GPS വാച്ച് ഉണ്ട്. ആ വാച്ചിൽ വീഡിയോ റെക്കോർഡർ ഓണാക്കിയതിനു ശേഷമാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതും ഇവിടെ ഇപ്പോൾ പ്ലേ ചെയ്യാൻ പറ്റുന്നതും. സോ ഇത് കോടതിയിൽ പ്രസന്റ് ചെയ്യുകയാണ് നമ്മുടെ ഹീറോയിൻ. ഡാനിയൽ കുറ്റവാളിയല്ല എന്ന് കോടതി വിധിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം കൂടി കോടതിയിൽ പറയുന്നുണ്ട്. അത് വിക്ടിമിനെ കുറിച്ചാണ്. വിക്ടിം നല്ലൊരു പെൺകുട്ടിയാണ്. എന്നിട്ടും അത്ര നല്ല പെൺകുട്ടിയെക്കുറിച്ച് എന്തൊക്കെയാണ് ഈ സമൂഹം പറഞ്ഞു പരത്തിയത്? ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യം ആണ് എന്നും സമൂഹത്തിൽ എല്ലാ ജീവിയും എല്ലാവർക്കും റെസ്പെക്റ്റ് ആവശ്യമാണ് എന്നും കോടതിയിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്. ഇതിനുശേഷം ഹീറോയിൻ്റെ മകളെ കിഡ്നാപ്പർ റിലീസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഡാനിയൽ റിലീസായതിനു ശേഷം നടന്നു പോകുന്നു. അപ്പോൾ ഡാനിയലിനെ ആരോ കിഡ്നാപ്പ് ചെയ്യുന്നു. ഈ സമയത്താണ് നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. ഡാനിയലിനെ കിഡ്നാപ്പ് ചെയ്ത സ്ഥലത്തേക്ക് വിക്ടിമിന്റെ അമ്മ വരുന്നു. എന്നിട്ട് കിഡ്നാപ്പറിന് പൈസ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹീറോയിന്റെ മകളെ കിഡ്നാപ്പ് ചെയ്യാൻ കാരണവും ഇവർ തന്നെയാണ്. പക്ഷേ എത്ര നന്നായിട്ടാണ് ഇവർ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പെരുമാറിയത്. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവർ ഡാനിയലിനെ കിഡ്നാപ്പ് ചെയ്തത്? ഡാനിയൽ ഇന്നസെന്റ് അല്ലേ? അപ്പോഴാണ് ഇവർ ഒരു ഓഡിയോ റെക്കോർഡിംഗ് എടുത്തിട്ട് ഡാനിയലിന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അതിൽ ഇവരുടെ മകളുടെ കരച്ചിലാണ്. മരിക്കുന്ന സമയത്ത് അവൾ അലമുറയിട്ട് കരഞ്ഞതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് ആണ് അത്. അതിൽ പറയുന്നുണ്ട്, ഡാനിയൽ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് അവൾ പറയുന്നുണ്ട്. ഇപ്പോഴാണ് അന്നത്തെ ദിവസം എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് നമ്മൾ കാണുന്നത്. അതായത് അന്ന് ഡാനിയൽ അവിടെ ചെല്ലുമ്പോൾ ഡോർ ഹാഫ് ഓപ്പൺ ആയിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ വിക്ടിം സോഫയിൽ കിടക്കുന്നു. റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഡാനിയൽ. നമ്മുടെ വിക്ടിമിന് ബോധം വരുന്നു. വിക്ടിം ഇതിനെ എതിർക്കുന്നു. എന്നാൽ ഇതിൽ ദേഷ്യം വന്ന ഡാനിയൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ വിക്ടിമിന്റെ കയ്യിൽ ഒരു ഫോൺ കിട്ടുന്നു. വിക്ടിം കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു തന്റെ അമ്മയെ. പക്ഷെ അമ്മ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ വോയിസ് ഓപ്ഷൻ ഓൺ ആകുന്നു. സൗണ്ട് എല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്ത് ഡാനിയലിന്റെ കയ്യിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് കിട്ടുന്നു. അത് വെച്ച് നമ്മുടെ വിക്ടിമിനെ ഉപദ്രവിക്കുന്നു. എന്നിട്ട് അറിയാതെ ഈ ടൂൾ കളിമൺ പ്രതിമയുടെ ഉള്ളിൽ പോവുകയും ചെയ്യുന്നു. സോ അങ്ങനെയാണ് വിക്ടിം മരണപ്പെടുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ കാണുകയാണ്. സോ ഡാനിയൽ തന്നെയാണ് കുറ്റവാളി. എന്നാൽ അമ്മ എന്തുകൊണ്ടാണ് ഡാനിയലിനെ പുറത്തു കൊണ്ടുവന്നതെന്ന് വെച്ചാൽ തൻ്റെ മകളെ കൊന്ന ആളെ തനിക്ക് തന്നെ തീർക്കണം എന്നുള്ള രീതിയിൽ, അതും തൻ്റെ മകൾ അനുഭവിച്ച അതേ പെയിൻ തന്നെ അയാളും അനുഭവിക്കണം എന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തത്. അങ്ങനെ കൊല്ലാൻ പോകുന്ന സമയത്താണ് ഗ്രൈൻഡിങ് മെഷീൻ്റെ ലിവർ ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിൻ. അങ്ങോട്ടേക്ക് വരുന്നു. നമ്മുടെ അമ്മ ഇതിനൊന്നും തയ്യാറാകുന്നില്ല. അമ്മ ഇയാളെ എങ്ങനെയും കൊല്ലണം എന്നുള്ള രീതിയിൽ ഇയാളെ തൻ്റെ കൈകൊണ്ട് തന്നെ താഴേക്ക് പിടിച്ചു കൊണ്ടുവന്ന് ഗ്രൈൻഡിങ് മെഷീനിലിട്ട് ഗ്രൈൻഡ് ചെയ്യാനാണ് അമ്മ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഡാനിയൽ അവിടെ സ്കാർഫ്മാൻ്റെ സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്ക്രൂ ലൂസായി നമ്മുടെ വിക്ടിമിന്റെ അമ്മ താഴെ വന്ന് വീണ് തലയിടിച്ച് മരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണും എങ്ങനെ നമ്മുടെ ഹീറോയിന് മനസ്സിലായി വിക്ടിമിന്റെ അമ്മയാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള കാര്യം. വിക്ടിമിന്റെ അമ്മ ഹീറോയിന് ഒരു കുക്കി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു. അത് വെച്ച് റാപ്പ് ചെയ്തിരുന്നത് ഒരു പ്രത്യേക രീതിയിൽ ടൈ ചെയ്ത റിബൺ ആണ്. അതേ രീതിയിൽ ടൈ ചെയ്ത റിബൺ നമ്മുടെ ഹീറോയിന്റെ മകളുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയിരുന്നു. സോ അങ്ങനെ കണക്ട് ചെയ്താണ് ഹീറോയിന് മനസ്സിലായത്. ഇപ്പോൾ ഡാനിയലിനെ കാണിക്കുന്നുണ്ട്. ഡാനിയലിന്റെ മുഖത്ത് റിലീസായതിന്റെ സന്തോഷവും നമ്മൾ കാണുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് തനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നഷ്ടമായിട്ടില്ല എന്നത്. സോ മർഡർ വെപ്പൺ നമ്മുടെ ഹീറോയിൻ ഡാനിയലിന്റെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെയും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഫ്ലാഷ് ബാക്ക് ആണ് ഈ സിനിമ ഫുൾ ഓഫ് ട്വിസ്റ്റ് ആണ്. സോ ആ സമയത്താണ് നമ്മൾ കാണുന്നത് ഇവർ ആ സൈറ്റ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകും ആരോ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. സോ ഒറിജിനൽ ആയിട്ടുള്ള മർഡർ വെപ്പൺ ആ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഹീറോയുടെ കയ്യിൽ ആദ്യം ഡോക്ടർ കൊടുത്തിട്ടുള്ള ഒരു സ്കാൽപ്പൽ ഉണ്ടായിരുന്നു. അതിൽ രക്തം പുരട്ടി അതാണ് മർഡർ വെപ്പൺ എന്നുള്ള രീതിയിൽ ഇവർ ഫ്രെയിം ചെയ്യും. എന്നാൽ ഒറിജിനൽ മർഡർ വെപ്പൺ ഡോക്ടറിന്റെ കയ്യിൽ എക്സാമിനേഷന് കൊടുക്കും. ഡോക്ടർ ട്രയലിന് മുമ്പ് തന്നെ പറയും ഇതിന്റെ ഫുള്ള് DNA എല്ലാം ഡാനിയലുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇത് മനസ്സിലാക്കിയിട്ടാണ് തനിക്ക് അസൈൻ ചെയ്ത ജോലിയായിട്ടുള്ള ഡാനിയലിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് സത്യം മറച്ചു വെച്ചിട്ടും ഇവൾ ചെയ്യുന്നത്. സോ അങ്ങോട്ടേക്ക് ഡാനിയലുള്ള സ്ഥലത്തേക്ക് പോലീസും എല്ലാം വരുന്നുണ്ട്. ഡാനിയലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വിക്ടിമിന്റെയും വിക്ടിമിന്റെ അമ്മയുടെയും കല്ലറയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഹീറോയിനെയും ഹീറോയിന്റെ മകളെയുമാണ്. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് നമ്മുടെ വിക്ടിമിന്റെ അമ്മയെക്കുറിച്ചുള്ളതാണ്. സോ ആദ്യം നമ്മുടെ ഹീറോയിന്റെ മകളെ കെട്ടിവെച്ചിരുന്നു എങ്കിലും പിന്നീട് ആ മകളോട് തൻ്റെ മരിച്ചുപോയ മകളോടുണ്ടായിരുന്ന അതേ രീതിയിൽ പെരുമാറാൻ തുടങ്ങി വിക്ടിമിന്റെ അമ്മ. സോ വിക്ടിമിന്റെ അമ്മയുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് നമ്മുടെ ഹീറോയിന്റെ മകൾക്കും ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്തു. ഒരു ബോണ്ട് ഇവർ തമ്മിൽ ഉണ്ടായി. സോ റിലീസാക്കാനുള്ള ആ സമയത്ത് ഒരു ഗുളിക കൊടുത്ത് മയക്കി പെട്ടിയിലാക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. എന്നാൽ അത് ചെയ്യാൻ വിക്ടിമിന്റെ അമ്മയ്ക്ക് മനസ്സ് തോന്നിയില്ല.
അറിയില്ല. ആ സമയത്ത് ആ ഗുളിക കയ്യിൽ വാങ്ങിച്ച് അത് കഴിച്ചു നമ്മുടെ ഹീറോയിൻ്റെ മകള്. സോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വിക്ടിമിൻ്റെ അമ്മയുടെ നല്ല സ്വഭാവമാണ് ഇവിടെ സിനിമയിൽ കാണിക്കുന്നത്. സോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മുടെ മൂവി ഇവിടെ എൻഡ് ആവുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എക്സ്പ്ലനേഷനിൽ കാണാം. See ya.